ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പൂക്കളായിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പൂക്കൾ ഉണ്ടാക്കുന്നത് തന്നെ ഉണങ്ങിയ വാഴയില വെച്ചിട്ടാണ്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് കമ്പികൾ വേണം. ഈ ഉണങ്ങിയ വാഴയില കഷ്ണാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ മതി. എന്നിട്ട് നമുക്കത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ചെടുക്കുക. എല്ലാ ഇലകളും ഒരു പൂവിന് വേണ്ട അത്യാവശ്യം ഒരു 6-7 ഇതളുകൾക്ക് വേണ്ടത് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് തിരിച്ച് വയ്ക്കുക. കാരണം അതിങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഈ ഓരോ ഇതളും വയ്ക്കുമ്പോൾ അത് ഊർന്ന് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആദ്യത്തെ ഇതൾ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തതിന് ശേഷം ഒരു നൂല് കൊണ്ട് കെട്ടിയെടുക്കണം. ഞാനിത് കുറച്ച് പൂക്കളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ കുറേ പൂക്കൾ ഉണ്ടാക്കുമ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിലിട്ട ആ കലത്തിൽ നല്ലോണം പൂക്കൾ വയ്ക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. ഇത് രണ്ടാമത്തെ ഇലയുടെ കഷ്ണം എടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് വീണ്ടും നൂല് ചുറ്റണം. ഓരോ ഇതളും നമ്മളിങ്ങനെ വെക്കുമ്പോൾ നൂല് ചുറ്റി എടുക്കണം, അല്ലെങ്കിൽ അതിങ്ങോട്ട് പോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇലയുടെ 2 അറ്റവും മടക്കി ഇങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് ചുറ്റിയെടുക്കുക. ഇത് മെനക്കെട്ട പണിയൊന്നുമല്ല. നമുക്ക് ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ. പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷെ ഒരിക്കലും നാശമാവില്ല. ഫ്ലവർ വേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വാടില്ല. അങ്ങനത്തെ ഒരു പൂവല്ലേ. അപ്പോൾ ഇതിന് ഒരു റെഡ് പെയിൻറ്റ് വേണമെങ്കിൽ റെഡ് പെയിൻറ്റ് എടുക്കാം. യെല്ലോ പെയിൻറ്റ് ഇഷ്ടമുള്ളവർക്ക് യെല്ലോ പെയിൻറ്റ് എടുക്കാം. ചില ഇലയുടെ 2 അറ്റം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചുറ്റിയെടുത്താക്കുന്നത്. അതുപോലെ ഈ തുമ്പുള്ള ഇലകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷേപ്പ് ഉണ്ടല്ലോ, കേളി പോലെ. ഞാനൊരു 5-6 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഉണ്ടാക്കണം എനിക്ക്. കാരണം അത് ആ കലത്തിൽ വെക്കാനായിട്ട് അത് പോരാ. നമുക്കത് ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വന്നുമ്പോൾ ഇതേപോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തുമ്പുകളൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് റെഡ് പെയിൻറ്റോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള യെല്ലോ പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. അതൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കുക. എന്നിട്ട് പച്ച സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതുമേ പച്ച ഇത് ഒട്ടിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അധികം വെച്ചിട്ട് അലങ്കരിക്കുക കേട്ടോ.